ശബരിമല സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് എത്തിയ ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലെ പോലീസുകാർക്ക് മുൻകൂർ യാത്രാബത്ത നൽകാതെ ആഭ്യന്തര വകുപ്പ് 10 ദിവസം വീതമാണ് ഡ്യൂട്ടി. ഇൻസ്പെക്ടർ മുതൽ എല്ലാ ഗ്രേഡിലുമുള്ള പോലീസുകാർ ജോലി ചെയ്യുന്ന ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലെ പോലീസുകാർക്കാണ് യാത്രാബത്ത നൽകാത്തത്. ജനം ബ്രേക്കിംഗ്. അഖിൽ പാലോട്ടുമടമുണ്ട് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാനായിട്ട്. അഖിൽ, കഴിഞ്ഞ ദിവസം കോടതി ഒരു വിഷയം പരിഗണിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശബരിമല ഡ്യൂട്ടിയിലെത്തുന്ന പോലീസുകാർ അവർ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി നല്ലതാണ്, പക്ഷേ അതിനു വേണ്ടിയിട്ടുള്ള അവർക്ക് കൂലി ക്ഷാമബത്ത പോലും നൽകാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ആഭ്യന്തര വകുപ്പ് ഉള്ളത്. ഇപ്പോൾ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രജനി, ഓരോ പോലീസ് ഉദ്യോഗസ്ഥരും ശബരിമലയിൽ സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് എത്തുന്നത് 10 മുതൽ 15 ദിവസത്തെ കാലയളവിലാണ്. മാറി മാറി ഓരോ തസ്തികയിലേക്കും പോലീസ് ഉദ്യോഗസ്ഥർ ശബരിമല സന്നിധാനത്തേക്ക് ജോലിക്കെത്തുന്നത്. അത് ഇൻസ്പെക്ടർ റാങ്ക് മുതൽ അല്ലെങ്കിൽ സാധാ പോലീസുകാർ മുതൽ ഉയർന്ന ഉദ്യോഗസ്ഥർ വരെ ഉള്ള ഉദ്യോഗസ്ഥരാണ്, IPS റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ് ടേം അനുസരിച്ച് ശബരിമല സന്നിധാനത്തേക്ക് സ്പെഷ്യൽ ഡ്യൂട്ടിയായി എത്തുന്നത്. ഇതിൽ ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൽ, അതായത് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന മറ്റു സാങ്കേതിക സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെയാണ് ഇത്തരത്തിൽ ഒരു ജോലിക്കായി ഉപയോഗപ്പെടുത്തുന്നത്. അങ്ങനെ അത്തരത്തിൽ ഉപയോഗപ്പെടുത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് ഇപ്പോൾ ക്ഷേമബത്ത നൽകാതെ ആഭ്യന്തര വകുപ്പ് ഒരു ഒളിച്ചു കളി നടത്തുന്നത്. അത് ശബരിമലയിൽ സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് ചെയ്യുന്ന ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൽ TA ലഭിക്കാത്തത് സന്നിധാനം, പമ്പ, നിലയ്ക്കൽ, വണ്ടിപ്പെരിയാർ, എരുമേലി തുടങ്ങിയ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുക, അതായത് ശബരിമല ദർശനത്തിലേക്ക് എത്തുന്ന പ്രധാനപ്പെട്ട ഇടത്താവളങ്ങളും അതുപോലെ തന്നെ സന്നിധാനത്തും ജോലി ചെയ്യുന്ന ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലെ ജീവനക്കാർക്കാണ് ഇപ്പോൾ ക്ഷേമബത്ത നൽകാതെ, അതായത് അഡ്വാൻസ് അടക്കം നേരത്തെ തന്നെ നൽകിയാണ് അല്ലെങ്കിൽ ഇവർ ഡ്യൂട്ടിക്കായി എത്തുന്നത്. അഡ്വാൻസ് അലവൻസ് ഒക്കെ തന്നെ, യാത്രാബത്തയൊക്കെ തന്നെ നേരത്തെ നൽകും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഡ്യൂട്ടി ചെയ്യുന്നവർക്ക് മാത്രമല്ല, കഴിഞ്ഞ ടേമിൽ ഡ്യൂട്ടി ചെയ്ത് പോയവർക്ക് പോലും ഇത്തരത്തിൽ ക്ഷേമബത്ത നൽകിയിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നുമാണ് ഇവർക്ക് തുക അനുവദിക്കേണ്ടത്. അതായത് ആഭ്യന്തര വകുപ്പ് നേരിട്ട് തന്നെയാണ് ട്രഷറി മുഖാന്തരം ഇവർക്ക് തുക അനുവദിക്കുന്നത്. അത് ഉണ്ടായിട്ടില്ല എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്ന ജോലിക്കെത്തിയ പോലീസുകാരോട് ആഭ്യന്തര വകുപ്പ് പൂർണ്ണമായും അവഗണന കാണിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്. കാരണം ശബരിമല സന്നിധാനത്തെ ഡ്യൂട്ടി 10 ദിവസത്തേക്ക് എത്തുന്ന ഈ പോലീസ് സ്വാമിമാരെ സംബന്ധിച്ചിടത്തോളം അവർ കഠിനാധ്വാനം ചെയ്യുന്നവർ തന്നെയാണ്. അതിന് നമുക്ക് വിസ്മരിക്കാൻ സാധിക്കുന്നതല്ല. ഓരോ ഡിപ്പാർട്ട്മെന്റിലും ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ആണ് എങ്കിലും അവർ പല തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ശബരിമല സന്നിധാനത്തേക്ക് ഈ ജോലിക്ക് ചെയ്യുന്നത്. ഈ ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ആണ് എന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി, കാരണം ശബരിമല സന്നിധാനം ഏറ്റവും കൂടുതൽ സുരക്ഷാ മേഖല നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ആ സുരക്ഷ മുൻനിർത്തി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും വയർലെസ്സിലൂടെയൊക്കെ തന്നെ വിശദമായ വിവരങ്ങൾ കൈമാറുകയും ചെയ്യുന്ന ഒരു വിഭാഗമായിട്ട് പോലും അവർക്ക് ഈ ബത്ത അലവൻസ് നൽകിയില്ല എന്നതാണ്, DA നൽകിയില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രജനി, ശരിയാണ്, അഖിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. ഈ രാവും പകലും ഇല്ലാതെ ശബരിമല പോലെയുള്ള ഒരു സ്ഥലത്ത് ഡ്യൂട്ടി ചെയ്യുന്നവരാണ് ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ. അവരോടാണ് സർക്കാരിൻ്റെ ഈ ഒരു അവഗണനയുള്ളത്. ഇപ്രാവശ്യം മാത്രമല്ല, കഴിഞ്ഞ തവണ ഡ്യൂട്ടി ചെയ്തവർക്ക് പോലും ശമ്പളം കൊടുത്തിട്ടില്ല, ക്ഷാമബത്ത പോലും കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ വാർത്ത എന്തായാലും ആഭ്യന്തര വകുപ്പിന് മുന്നിൽ എത്തട്ടെ, അവർക്ക് ക്ഷാമബത്ത ലഭിക്കട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത്. അഖിൽ പാലോട്ടുമടമാണ് സന്നിധാനത്ത് എന്ന വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്.